ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവർ മൊരിയിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഒന്ന് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മൊരിയിച്ചെടുക്കരുത്, അപ്പോൾ ആ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ എടുക്കണമെന്നൊന്നുമില്ല, ഒരു കട്ടിയുള്ള പാത്രം എടുത്താൽ മതി, കാരണം നമ്മൾ വിസിലടുപ്പിച്ചെടുക്കുകയൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ ഒരു രീതിയിലാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് സവാളയും പിന്നെ ഈ ഒരു ഇലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡാൽഡയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കഴുകിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ആ അരിയൊക്കെ ഒന്ന് കട്ട പിടിച്ചതൊന്ന് വിടിയിച്ച് കൊടുക്കുക. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. റൈസ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ മസാലയൊക്കെ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും പൊടികൾ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പുളിക്കനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാനമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഒരു മസാലയും ചെമ്മീനും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ മസാലേൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനൊരൊറ്റ ലെയറായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.